കല്യാണം കഴിഞ്ഞ് 1 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടും ഒരുമിച്ചായിരുന്നു. ലൈക്ക് എന്താ പ്രഗ്നൻസി ആൻഡ് ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, knowing each other's family and knowing each other. ഒരുമിച്ച് എല്ലാതും ഒരുമിച്ച് പോയി. 3 പേരും കൂടി പോയി ഇപ്പം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ലൈക്ക് സെക്കൻഡ് ട്രൈമിസ്റ്റർ ഓൺവേർഡ്സ് സെക്കൻഡ് ട്രൈമസ്റ്റർ ഞങ്ങളുടെ അടിപൊളിയായിരുന്നു. അപ്പൊ എനിക്ക് ഹെക്ടിക് ആയി പോയി. എല്ലായിടത്തേക്കും എന്നെ കൊണ്ടുപോകണം, എനിക്ക് ഫുഡ് വേണം, എല്ലാതും ഉണ്ടാക്കി കൊടുക്കണം, എനിക്ക് ഉണ്ടാക്കി തരും ഫുഡ്. പിന്നെ ട്രാവൽ കുറെ ആ 3 മാസത്തിലേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 3 മാസം ഫുൾ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് എല്ലാതും ചെയ്യേണ്ടിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് അപ്പോൾ ഹെക്ടിക്കായി തുടങ്ങി. ഇപ്പോൾ അത് പീക്കിലേക്ക് കയറി പോണു. ഇടയ്ക്ക് പറയൂ, എനിക്ക് 2 കുട്ടികളെ, ഇപ്പോൾ മൂത്ത കുട്ടി ഞാനും, രണ്ടാമത്തെ കുട്ടി ഇത് അല്ലേ. ഫീലിംഗ് എനിക്ക് വന്നു തുടങ്ങിയത് ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തൊട്ട് ആ ഒരു ഫീലുണ്ട്. എൻ്റെ കുട്ടി, എനിക്ക് വേറെ കുട്ടികളെ കാണുമ്പോഴൊക്കെ ഒരു നേരത്തെ അതിനു മുന്നേ എനിക്ക് അങ്ങനെ കുട്ടികളോട് അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ കുട്ടികളോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റും അങ്ങനെയുള്ളൊരു ഫീലുണ്ട്. കാലം മുഴുതും உன்னை ரசிப்பேன், ஆசை மழையே பேசும் அழகே, என்னை மறந்து உன்னை இசைப்பேன், உனக்காக இனி நானும் வாழ்வேன் பிள்ளையே, திருக்கோவில் மணி போல உன் ஜீவன் நீ, வாழ்வும் நீ, தெய்வம் தந்த வரம் நீ. ஜீவன் நீ, வாழ்வும் நீ, தெய்வம் தந்த வரம் நீ. എന്തായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഡോണ്ട് ഹാവ് ടു വറി, ഞങ്ങളെപ്പോഴും ഉണ്ടാവും. ഓൾ യുവർ നീഡ്സ്, ഓൾ യുവർ കെയർ വിൽ ബി ഹാൻഡിൽഡ് ബൈ us. Don't have to worry. And there's a big family there. Everyone is now waiting for you. Next part would be that. നീ വാ വേഗം.